അനിയെ കണ്ടതും ചൈത്രയുടെ ഇടനെഞ്ച് പിടയ്ക്കാൻ തുടങ്ങി. ഉള്ളൻകാലിൽ നിന്ന് തരിച്ച വിറയൽ ഉച്ചിയിലെത്തി. നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ ചുവന്ന് രക്തവർണ്ണമായി. നിറഞ്ഞു കലങ്ങി തന്റെ മങ്ങിയ കണ്ണുകളാൽ അവനും കാണുകയായിരുന്നു അവളെ. തന്റെ പെണ്ണിനെ നോക്കി നിൽക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു അനിയുടെ. പെണ്ണേ, വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ടാഞ്ഞു, അവളുടെ ഒന്ന് അടുത്ത് കാണാൻ, ഒരു വാക്കു പറയാൻ. അത്രത്തോളം അവന്റെ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ അനി മുന്നോട്ടടുക്കുന്നത് കണ്ട ചൈത്ര ഒരടി പിന്നിലേക്ക് വെച്ചുപോയി. സങ്കടവും ദേഷ്യവും എല്ലാം കലർന്ന ഒരു ഭയം അവളിൽ ഉടലെടുത്തിരുന്നു. വേണ്ട, എനിക്ക് കാണണ്ട നിങ്ങളെ, പുലമ്പിക്കൊണ്ട് പിറകിലേക്ക് വെച്ചടി വെച്ചു അവൾ. മോളെ! പെട്ടെന്ന് മുറിക്കകത്തേക്ക് വന്ന സേതു ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ വിളിച്ചു. അവൾ ഉറങ്ങിയോ എന്നറിയാൻ വന്നതായിരുന്നു അയാൾ. സേതുവച്ചേ! സേതുവിനെ കണ്ട ചൈത്ര ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു നെഞ്ചിലേക്ക് വീണു. അവൾ പേടിയോടെ വിറയ്ക്കുകയായിരുന്നു. എന്താ മോളെ നിനക്ക് പറ്റിയേ? അവളുടെ അവസ്ഥ കണ്ട സേതു ആവലാതിയോടെ തിരക്കി. പുറത്ത് അയാൾ വന്നിരിക്കുന്നു അച്ഛേ. അയാൾ ഉണ്ട് ജനലിന് പുറത്ത്. പേടിയോടെ കുറച്ച് വെക്കി പറയുന്നവളെ കണ്ടതും സേതു ഒരു നിമിഷം ഭയന്നുപോയി. പെട്ടെന്ന് തന്നെ അയാളുടെ മുഖത്ത് കോപം ഇരച്ചു കയറി. ചൈത്ര ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഭയപ്പെടുന്നു എന്നയാൾക്ക് അറിയാം. കലിച്ച മുഖത്തോടെ സേതു ജനലിലേക്ക് നടന്നതും, സേതുവച്ച വേണ്ട പോവല്ലേ! ചൈത്ര പേടിയോടെ അയാളുടെ ഷർട്ടിൽ തൊരുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല മോളെ, ഞാനൊന്ന് നോക്കട്ടെ. അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു അയാൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരും ഇല്ലല്ലോ മോളെ, മോൾക്ക് ചിലപ്പോൾ തോന്നിയതാവും. ഇല്ല സേതുവച്ചേ, ഞാൻ കണ്ടതാ അയാളെ പുറത്ത്. ആ മുഖം, അത് ഞാൻ ഒരിക്കലും മറക്കില്ലല്ലോ. പറയുമ്പോൾ വിതുമ്പിപ്പോയിരുന്നു അവൾ. ശരി, ഇനി അതവനാണെങ്കിൽ കൂടി ഇങ്ങനെ പേടിച്ച് തളരരുത് മോള്. ധൈര്യമായി നിൽക്കണം അവന് മുന്നിൽ. കേട്ടല്ലോ, ഞങ്ങളെല്ലാവരുമില്ലേ നിനക്കൊപ്പം? സേതു അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും ചൈത്ര അവളുടെ നെഞ്ചിലേക്ക് ചാരി. അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും സേതുവിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. ചൈത്രയെ ചതിച്ചവനെ കൊല്ലാനുള്ള ദേഷ്യം അയാളിലെ അച്ഛനിൽ ഉണ്ടായിരുന്നു. കോഫിയും കൊണ്ട് റൂമിലേക്ക് കയറി കതകടച്ച് ലോക്ക് ചെയ്ത് തിരിഞ്ഞതും വൈഭവ് കണ്ടു. പുറത്തേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുന്നവളെ. തിരികെ വന്നപ്പോൾ മുതൽ റൂമിൽ കയറിയതാണ്. രാത്രി അത്താഴം കഴിക്കാൻ അപ്പമ്മ വന്ന് വിളിച്ചപ്പോൾ പോലും പോയില്ല. അവൻ കയ്യിലെ കോഫി അവിടെ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അലമാര തുറന്ന് ഒരു ചെറിയ ബ്ലാങ്കറ്റ് എടുത്ത് അവൾക്കരിയിലേക്ക് നടന്നു. പുറത്ത് മഴ ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ചെറുതായി ചാർന്നേ ഉള്ളൂ, എങ്കിലും നല്ല തണുപ്പുണ്ട്. അവളുടെ പുറത്തൂടെ ആ ബ്ലാങ്കറ്റ് ഇടാൻ തുടങ്ങിയതും പെട്ടെന്ന്, ഞാൻ എന്തിനാ ഇപ്പോൾ ഇവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? സ്വയം തലക്കടിച്ച് ഓർത്തുപോയി വൈഭവും. ശിവയോട് എന്തിനാണ് തനിക്കിപ്പോൾ ഇത്രയും സോഫ്റ്റ് കോർണർ എന്നവൻ ചിന്തിച്ചു. കയ്യിലെ ബ്ലാങ്കറ്റ് അമർഷത്തോടെ ചുരുട്ടി താഴേക്കിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും, വലിയേട്ട സ്നേഹിച്ചിരുന്നത് എൻ്റെ ചിത്തുവിനെ ആയിരുന്നു എന്ന് ഡോക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? പിറകിലേക്കൊന്ന് തല ചരിച്ച് അവനെ നോക്കി അവൾ ചോദിച്ചതും വൈഭവ് ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്നിട്ട് അതേ എന്നൊന്നും മൂളി. അവളൊന്നും മിണ്ടിയില്ല. അവനെ മറികടന്ന് തിരികെ പോകാൻ തുനിഞ്ഞതും തല കറങ്ങി ശിവയുടെ കണ്ണിൽ ഇരുട്ട് കയറി അവൾ താഴേക്ക് വീഴാനായി ആഞ്ഞതും, ശിവ! ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പെണ്ണിനെ പിറകിൽ നിന്ന് അരയിൽ കൂടി പിടിച്ചു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വൈഭവ്. ശിവ! ടെൻഷനോടെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചതും ആലസ്യത്തോടെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ശിവ! ആ നിമിഷം അവനിൽ ഒരു ആശ്വാസച്ചിരി നിറഞ്ഞു. പേടിച്ചു പോയിരുന്നു വൈഭവ്. ഒന്ന് പേടിപ്പിച്ചല്ലോ പെണ്ണെ, ചിരിയോടെ അവൻ പറഞ്ഞതും ശിവ അവനെ അമ്പരപ്പോടെ നോക്കി. ഇതെല്ലാം അവൾക്ക് പുതുമയായിരുന്നു. അടുത്ത നിമിഷം അവളെ കയ്യിൽ കോരിയെടുത്ത് പതിയെ ബെഡിലേക്ക് കൊണ്ടിരുത്തി അവൻ. എന്നിട്ട് മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി. ഇത് കുടിക്ക് എന്ന് പറഞ്ഞു. ശിവ പതിയെ അവൻ്റെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങി കുടിച്ചതും വൈഭവ് അവൾക്കരിയിലേക്ക് ഇരുന്ന് അവളുടെ കയ്യിലെ പൾസ് ചെക്ക് ചെയ്ത് നോക്കി. BP ഷൂട്ട് ചെയ്തതാ. ഒന്നും കഴിച്ചില്ലല്ലോ താൻ? താൻ ഈ കോഫി കുടിക്ക്, അവളോട് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരത്തെ കൊണ്ടുവന്ന കോഫി നീട്ടി വൈഭവ്. അവളത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവനോട് വല്ലാത്ത ദേഷ്യമോ പരിഭവമോ ഒക്കെയായിരുന്നു അവളിൽ. അതുപോലെ പെട്ടെന്ന് തന്നോട് കാണിക്കുന്ന അടുപ്പവും അവളെ സംശയിപ്പിച്ചു. അവൾ വാങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ ആ കോഫി തിരികെ വെച്ചിട്ട് വീണ്ടും അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ഈ കഴിഞ്ഞുപോയ കൊല്ലങ്ങളിൽ ഏട്ടൻ്റെ അവസ്ഥ മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. മുള്ളൻപാറയിൽ ഉരുൾപൊട്ടി. അന്ന് ഏട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് അവിടെ വെച്ച് മരിച്ചുവെന്ന് പറഞ്ഞ് ജീവനൊടുക്കാൻ ശ്രമിച്ചവനാ ഏട്ടൻ. അന്ന് പിടിച്ചു വലിച്ച് അവിടെ നിന്നും തിരികെ കൊണ്ടുവരുമ്പോൾ ജീവനുള്ള ഒരു ജഡത്തിന് സമമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞു പൊട്ടിക്കരയും പോലെ എന്നോട് എല്ലാം തുറന്നു പറയുമ്പോൾ ആദ്യം തന്നെപ്പോലെ തന്നെ എനിക്കും ദേഷ്യം തോന്നി ഏട്ടൻ ചെയ്തതിനോട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിന്നു. ഏട്ടനെ എന്തിന് ആ കുട്ടി തള്ളിപ്പറഞ്ഞു എന്നത്. പ്രണയിച്ചിട്ടില്ല എന്നവൾ കള്ളം പറഞ്ഞത് എന്തിനെന്ന്. അതല്ലേ ഏട്ടൻ്റെ ഉള്ളിൽ പ്രണയം സ്വാർത്ഥമായത്. ലഹരി തലയ്ക്ക് പിടിച്ച ഏതോ നിമിഷത്തിൽ അങ്ങനെയൊരു തെറ്റ് ചെയ്യാൻ ഏട്ടനെ പ്രേരിപ്പിച്ചത്. എന്തിനായിരുന്നു ചൈത്ര അത് ചെയ്തേ? എന്തിന് അങ്ങനെയുള്ള കള്ളം പറഞ്ഞു?
അച്ഛൻ്റെയും അനിയത്തിമാരുടെയും ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ പാവപ്പെട്ട കുടുംബത്തിലെ ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നത് എൻ്റെ ചിത്തുവും ചെയ്തത്. വീട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം പ്രണയത്തെ തള്ളിപ്പറഞ്ഞു. അതാ അന്നുണ്ടായേ. വൈഭവന്റെ ചോദ്യത്തിന് ഉത്തരം പോലെ ശിവ പറഞ്ഞു. വാട്ട്? കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ? ആര്? മാണിക്യമംഗലത്തുകാർ. അവന്റെ മുഖത്തേക്ക് നോക്കി കത്തുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞതും വൈഭവ് ഒന്ന് ഞെട്ടി. വല്യേട്ടൻ നാട്ടിൽ പോയ ദിവസം ഒരു രാത്രിയിൽ കുറച്ചു പേര് അവളുടെ വീട്ടിലേക്ക് ചെന്ന് കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് അടിച്ചു പൊട്ടിച്ചു. ചിത്തുവിന്റെ അച്ഛനെ തല്ലി, അനിയത്തിമാരെ പിടിച്ച് ഉപദ്രവിക്കാൻ വന്നു. ഇതൊക്കെ എന്തിനു എന്ന ചോദ്യം വന്നതും പറയുക. അവരുടെ മകന്റെ പിറകെ നടക്കുന്നത് നിർത്തിയില്ലേ എല്ലാവരെയും പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. മാണിക്യമംഗലത്തെ മകന്റെ പിന്നാലെയുള്ള നടപ്പ് അങ്ങ് നിർത്തിയേക്കാൻ. ആര്? അതാരാണെന്ന് ചൈത്ര പറഞ്ഞില്ലേ? വൈഭവ് അവിശ്വസനീയമായി ചോദിച്ചു. വന്നവരെ ചിത്തു ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ലെന്നാ പറഞ്ഞേ. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഞങ്ങളുടെ ചെക്കനെ വലയിട്ട് പിടിക്കുന്നോ എന്നൊക്കെ അസഫ്യം ചോദിച്ചു. അപ്പോൾ പിന്നെ അവരെ വിട്ടത് ഈ കുടുംബത്തിലെ ആരെങ്കിലും ആയിക്കൂടെ? അതുകൊണ്ടാ വലിയേട്ടനിൽ നിന്ന് അവൾ അകന്നു മാറിയേ. അനിയേട്ടൻ അവളെ വെറുക്കാൻ മനഃപൂർവ്വം ആ അരവിന്ദൻ എന്ന ആളുമായി അവൾ അടുത്ത് ഇടപെട്ടത്. അല്ലാതെ അയാളെ അവൾ സ്നേഹിച്ചിട്ടൊന്നുമില്ല. പറയുമ്പോൾ വല്ലാത്ത അമർഷമുണ്ടായിരുന്നു ശിവയുടെ വാക്കുകൾ. വൈഫിന്റെ കണ്ണും ഒന്ന് കൂർത്തു. അതാരായിരിക്കുമെന്ന് അവനിൽ ചോദ്യമുണർന്നു. എന്തായാലും ഈ വീട്ടിലെ ആണുങ്ങൾക്കെല്ലാം കണ്ണിച്ചോരയില്ലെന്ന് മനസ്സിലായി. ഒരാൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണം കൊടുത്തൊരു ഭാര്യയെ വാങ്ങി. മറ്റൊരാൾ കാരണവും കാര്യവും തിരക്കാതെ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ഒരു പെണ്ണിന്റെ മാനം കവർന്നു. കൊള്ളാം. പെണ്ണിന്റെ മനസ്സല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. മതി, നിർത്ത്. പുച്ഛത്തോടെ ശിവ പറഞ്ഞു നിർത്തിയതും വൈഭവ് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് എഴുന്നേറ്റു. കണ്ടോ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹപ്രകടനം. നിങ്ങളുടെ തനി രൂപം അറിയാനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. നിങ്ങളെ എനിക്കറിയില്ലേ? ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു എഴുന്നേറ്റ് മുറുക്കി പുറത്തേക്ക് നടന്ന് ശിവ. ഇവള്. വൈഭവ് ദേഷ്യത്തിൽ പല്ലിറമി. ഡീ പുല്ലേ, നിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറകെ ചെന്നു. ശിവ അപ്പോഴേക്കും മുറുക്കി പുറത്തിറങ്ങിയിരുന്നു. നിക്ക് മനസ്സിലായി. എല്ലാം തൻ്റെ അടവാ. ഏട്ടനെ ന്യായീകരിക്കാൻ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് വന്നേക്കുക കാലൻ. ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് ശിവ സ്പീഡിൽ പടികളിറങ്ങി താഴേക്ക് നടന്നു. ഡി നിൽക്കാൻ അവൻ വിളിച്ചുകൊണ്ട് അവൾക്ക് പുറകെ പോയി. എന്നാൽ അവൾ അവനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ നിൽക്കാതെ ദേഷ്യത്തിൽ ഹാളിലെത്തി. അപ്പമ്മയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പെണ്ണിനെ പിറകിൽ നിന്നും പൊക്കിയെടുത്ത് തോളിലിട്ടു. അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് കാറിപ്പോയി ശിവ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന് വെച്ചാൽ വേറെ വഴിയില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് തിരികെ സ്റ്റെയർ കയറി മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഡോ, താൻ ഇതെന്നാടോ ചെയ്യുന്നേ? എന്നെ താഴെ ഇറക്കടോ പൊട്ട ഡോക്ടറെ. ശിവ അവന്റെ കയ്യിൽ കിടന്ന് ഒച്ച വെച്ചു. ഡി ഉണ്ടക്കണ്ണി, മര്യാദയ്ക്ക് അവിടെ അടങ്ങിക്കിടന്നോ, ഇല്ലേ താഴെ ഇറക്കുമല്ല. ദേ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴോട്ടിടും ഞാൻ, പറഞ്ഞേക്കാം. ചെക്കൻ ദേഷ്യത്തോടെ പറഞ്ഞതും ശിവ പല്ല് കടിച്ചുകൊണ്ട് സ്വയം നെറ്റിയിലടിച്ചു. അവനൊരു ചിരിയോടെ അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. അതെന്താ ഒരു കാർച്ച കേട്ടെ? ആരാ കിടന്ന് കൂവിയേ? ആരും കാറിയതല്ലടാ, ഞാൻ കരഞ്ഞതാ. മൂക്കൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് സങ്കടത്തോടെ അപ്പു ആദിയോട് പറഞ്ഞു. ആദിയുടെ മുറിയിൽ നിന്ന് ശിവയുമായുള്ള വൈഫിന്റെ വഴക്കൊക്കെ അവനോട് പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരയുവാണ് അപ്പു. ഡി നീ അല്ലടി ഊളെ, ഇത് വേറെ ആരുമാണ് ഒച്ച വെച്ച്. ഇങ്ങോട്ട് വാടി നോക്കാം എന്നും പറഞ്ഞ് ആദി അപ്പുവിനെയും വലിച്ചുകൊണ്ട് മുറിയുടെ പുറത്തെ വാതിൽ തുറന്ന് നോക്കിയതും കാണുന്ന ശിവയെ തോളിലിട്ടുകൊണ്ട് പടികൾ കയറി വരുന്ന വൈഭവിനെയാണ്. ഡി തെണ്ടി, ഏട്ടനും ഏട്ടത്തിയമ്മയും തമ്മി അടി ആണെന്ന് പറഞ്ഞ് കിടന്ന് മൂങ്ങിയിട്ട് ദേ ഈ കാണുന്നത് പിന്നെ എന്താ? ആദി അപ്പുവിനെ നോക്കി ചോദിച്ചതും. അതേല്ലോ, ശരിയാ. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ പാച്ചപ്പായോ? അപ്പോൾ വായും തുറന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വൈഭവ് ശിവയും കൊണ്ട് മുറിയിൽ കയറി കതകടച്ചു. കണ്ടില്ലേടി നട്ടപ്പാതിരാക്കി പെണ്ണുമ്പിള്ളയെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ ഹീറോയെ? അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പെണ്ണെ. നീ പോയി മൂക്ക് തൂത്തിട്ട് കിടന്നുറങ്ങിക്കോ. അപ്പുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ആദ്യം തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴും സംശയം തീരാതെ വായിലെ വിരലിലിട്ട് കടിച്ചുകൊണ്ട് അപ്പു അവിടെ തന്നെ നിന്നുപോയി. തനിക്കെന്തിൻ്റെ കേടാടോ? റൂമിലേക്ക് വന്ന് താഴേക്ക് നിർത്തിയതും ശിവ വൈഭവിന് നേരെ അലറി. ഇടീ പെണ്ണെ, എനിക്ക് വലിയ പൂതി ഉണ്ടായിട്ട് പൊക്കിക്കൊണ്ട് വന്നതൊന്നുമല്ല. എനിക്ക് സംസാരിക്കുന്നത് നീ കേൾക്കാൻ വേണ്ടി ചെയ്തതാ. ഞാൻ പറയുന്നത് കേട്ടിട്ട് മോള് പോയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? തരിച്ചു വന്ന ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പോകാൻ തുടങ്ങവേ. ചൈത്രേ, നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ കേൾക്കണം ശിവ, വൈഭവ് പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് നിന്നു. ശിവാമി, ചൈത്രയും എൻ്റെ ഏട്ടനും പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കും എനിക്കും നന്നായിട്ട് അറിയാം. ശരിയാ, പൊറുക്കാനാവാത്ത തെറ്റ് ഏട്ടൻ ചെയ്തു. അതിൻ്റെ വേദന ഇരുവരും അനുഭവിക്കുകയും ചെയ്തു. ഇനിയും അത് തുടരണോ? അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതും ശിവ അവനെ നോക്കി. അവർക്ക് ഇരുവരിക്കും സന്തോഷം കിട്ടുന്നത് അവർ പരസ്പരം ഒന്നിക്കുമ്പോഴാ. നീ തന്നെ പറഞ്ഞില്ലേ ശിവ, ചൈത്രയുടെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടെന്ന്. ഏട്ടനും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ. 1 കൊല്ലത്തോളം അതിൻ്റെ ചികിത്സ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞതും ശിവ അവനെ ഞെട്ടലോടെ നോക്കി. സത്യമാണ്, ഇവിടെ ആർക്കും അറിയില്ല അത്.
അവർ രണ്ടുപേരുടെയും ജീവിതം അവർ ഇരുവരുമാണ്. ഒന്ന് നന്നായി ആലോചിക്കുന്നേ, ഞാൻ പറയുന്നത് മനസ്സിലാകും. വീണ്ടും ഒരു കണ്ണീർ നോവിലേക്ക് അവരെ തള്ളിയിടുന്നതിലും ഭേദം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഇരുവരെയും ഒന്നിപ്പിക്കുന്നതല്ലേ. അത്രയും പറഞ്ഞിട്ട് അവൻ പയ്യെ അവളിൽ നിന്ന് നടന്നകന്നു മാറി. ശിവ കുഴഞ്ഞ മനസ്സോടെ കട്ടിലേക്കിരുന്നു. അവൻ്റെ വാക്കുകൾ ശരിയല്ലേ എന്ന് അവളെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം, കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ചു അവൻ വീണ്ടും വിളിച്ചതും അവൾ തലപൊക്കി അവനെ എന്താന്ന് നോക്കി. ഇന്നേ വരെ ഈ ലോകത്തിലെ ഒരാൾക്ക് വേണ്ടിയും വൈഫവ് കോഫി ഇട്ടുകൊണ്ട് പോയിട്ടില്ല. ദി വെരി ഫസ്റ്റ് ടൈം ഐ ഡിഡ് ദാറ്റ് ഫോർ യു. അത് നിന്നെ സോപ്പിടാനൊന്നുമല്ല. അതിൻ്റെ ആവശ്യം വൈഭവനുമില്ല. കേട്ടോടി. പെണ്ണിനെ കൂർപ്പിച്ചു നോക്കി അത്രയും കൂടി പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് കതക് ആഞ്ഞടിച്ചു. ശിവ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി. വൈഫ് വർമ്മയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ അറിയാതെ ഒരു പുഞ്ചിരി തളം കെട്ടി. ആ വലിയ വീടിൻ്റെ മുറിക്കുള്ളിൽ ഒരു മൂലയിൽ ഇരുട്ടിലേക്ക് ചുരുണ്ടുകൂടുകയാണ് അനി. നിർത്താതെ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടേയിരുന്നു. അത് കേൾക്കെ സഹിക്കാൻ കഴിയാതെ ഇരു ചെവിയും കൈകൾ കൊണ്ട് പൊത്തി ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. വാമിക്കെ. മുത്തശ്ശി വിളിച്ചത് കേട്ട വാമിക അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ചെന്നു. അവരുടെ പിറകെ ശിവയും ഉണ്ടായിരുന്നു. അനി എവിടെ? മുത്തശ്ശി ചോദിച്ചതും വാമിയുടെ നോട്ടം പോയത് ശിവയിലേക്കാണ്. എന്നിട്ട് അമ്മയെ നോക്കി അറിയില്ലെന്ന് തലയാട്ടി വാമി. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു അവൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട്. അവൻ എവിടെയാണെന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോ? ഉണ്ണി എവിടെ? അവനെ ഒന്ന് കാണണം എനിക്ക്. ശിവേ, മോള് പോയി ഉണ്ണിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. ശിവയെ നോക്കി പറഞ്ഞിട്ട് മുത്തശ്ശി മുറിയിലേക്ക് പോയി. വാമി ശിവയെ നോക്കി ഉണ്ണിയെ പോയി വിളിക്കാനായി പറഞ്ഞതും അവൾ പതിയെ മുകളിലേക്കുള്ള പടികൾ കയറി. പോകും വഴി എല്ലാം അവളുടെ മനസ്സിൽ അനിയായിരുന്നു. അമ്മയ്ക്ക് കൂടുതലൊന്നും അറിയില്ല. അനിയേട്ടൻ പണ്ട് സ്നേഹിച്ച കുട്ടിയാണ് ചിത്തു എന്നൊഴികെ. അത് പറയേണ്ടി വന്നു. ഈ ദിവസങ്ങളിൽ തനിക്കുണ്ടായ മാറ്റം മറ്റാരെക്കാളും മുന്നേ മനസ്സിലായത് അമ്മയ്ക്കാണ്. ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. അനിയേട്ടൻ ചിത്തുവിനോട് ചെയ്തത് പറഞ്ഞില്ല. അവർ തമ്മിൽ അകന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തോ ആ അമ്മ അത് എൻ്റെ നാവിൽ നിന്ന് അറിയണ്ട എന്ന് തോന്നി. ഡോക്ടറും അനിയേട്ടനുമൊക്കെ അപ്പമ്മയ്ക്ക് മക്കളാണ്. അപ്പോൾ അതറിഞ്ഞാൽ പാവം സഹിക്കില്ല. അങ്ങനെ ഓരോന്ന് മനസ്സിലിട്ട് ഉഴറിക്കൊണ്ട് മുകളിലെത്തിയതും തൻ്റെ മുന്നിലേക്ക് നീണ്ടുവന്ന ഒരു കാലിൽ തട്ടി ശിവ. അവൾ മുന്നിലേക്ക് ആയാൻ തുടങ്ങിയതും പെണ്ണ് വീഴും മുന്നേ ഒരു കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് വെച്ചു. ഞെട്ടിപ്പിടഞ്ഞുപോയ ശിവ നോക്കിയതും കാണുന്നത് ചിരിയോടെ തന്നെ പിടിച്ചിരിക്കുന്ന കാർത്തിയാണ്. എന്താ ശിവക്കുട്ടി ഇത്? നോക്കിയൊക്കെ നടക്കണ്ടേ? ഇപ്പം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? ഇത്രയും നല്ല മുഖം കേടാവില്ലായിരുന്നോ? ചുണ്ടിൽ വരുന്ന വഷളച്ചിരിയോടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ശിവയുടെ മുഖത്ത് കോപം എരിച്ചു കയറി. ചി മാറ്. അവൻ്റെ കയ്യിൽ നിന്ന് ഞൊടി വേഗത്തിൽ കുതറി മാറി അവൾ. അയ്യോ, കൊച്ചു തെറ്റിദ്ധരിക്കല്ലേ. ശിവമോള് വീഴാൻ പോയപ്പോൾ ഞാനൊന്ന് പിടിച്ചെന്നല്ലേ ഉള്ളൂ. ശിവയല്ല, ശിവാമി വൈഭവ്. അതാ എൻ്റെ പേര്. ഈ മോള് കൊച്ചു എന്നൊക്കെയുള്ള വിളി എന്നോട് വേണ്ട. പിന്നെ വീഴാൻ പോയപ്പോൾ പിടിച്ചതിന് താങ്ക്സ്. ആൻഡ് ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. കാർത്തിക്കിന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും ആ പോവാണോ? നിൽക്ക്. കാലിന് വല്ലതും പറ്റിയെന്ന് നോക്കണോ? എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും പറ്റിയോന്ന് ഞാൻ നോക്കിയാൽ പോരെ കാർത്തികേ? ശിവയുടെ പുറകെ പറഞ്ഞുകൊണ്ട് കാർത്തിക് ചെന്നതും പെട്ടെന്നാണ് വൈഭവിൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ഉയർന്നു. അത് കേട്ടതും കാർത്തിക് ശിവയെ ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു ചുവന്ന കണ്ണുകളോട് അവർക്കടുത്തേക്ക് നടന്നെടുക്കുന്നവനെ. വൈഭവിനെ കണ്ടതും കാർത്തിയുടെ ഉള്ളം ഒന്ന് നടുങ്ങി. അവനിൽ ഒരു വിറയൽ ഉളവായി. ഞാൻ ശിവാമിയെ പിടിച്ചത് അവൻ കണ്ടോ എന്ന് അവൻ പേടിച്ചു. ശിവയുടെ കണ്ണുകളും വൈഭവിലായിരുന്നു. അവൻ്റെ എൻ്റെ ഭാര്യ എന്ന പറച്ചിലിൽ അവളിൽ ഒരായിരം സന്തോഷം ഞൊടിനേരം കൊണ്ടുണ്ടായി. ആ അത് വൈഭവ്, ഞാൻ വെറുതെ ശിവയോട് കുശലം ചോദിച്ചതാ. തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവനെ നോക്കി പതർച്ചയോടെ കാർത്തി പറഞ്ഞു. നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ കാർത്തി. ഇപ്പോൾ തന്നെ നിനക്ക് അനിയൻ്റെ ഭാര്യയോട് കുശലം ചോദിക്കണമായിരുന്നോ? ഒറ്റ പിരിയം പൊക്കി ഗൗരവത്തിൽ വൈഭവിൻ്റെ ചോദ്യം വന്നതും കാർത്തി അവനെ നോക്കി വിളിച്ചു. ആ അത് പിന്നെ തമാശ. കാർത്തി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് വിൽക്കാൻ തുടങ്ങി. വൈഭവിൻ്റെ മുന്നിൽ നിന്ന് വിയർക്കുന്നവനെ കാണെ ശിവയ്ക്ക് ചിരി പൊട്ടി. നീ അകത്തോക്കി പൊക്കോടി, ഞാനങ്ങ് വന്നോളാം. അവൻ തലയൊന്ന് ചരിച്ചു ശിവയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് മുറിയിലേക്ക് പോയി. വൈഭവ്, സത്യം ഞാൻ വേറൊന്നും പറഞ്ഞില്ല. തന്നിൽ നിന്ന് നോട്ടം മാറ്റിയ വൈഭവിനോട് കാർത്തി പറഞ്ഞു തുടങ്ങിയതും അടുത്ത നിമിഷം വൈഭവ് ഇരു കൈകൾ കൊണ്ടും അവൻ്റെ കോളറിൽ പിടിച്ചു പൊക്കി ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചു. കാർത്തിക്കിൻ്റെ പാതി ജീവൻ തക്ഷണം പോയി. കാലുകൾ നിലത്ത് മുട്ടാതെ കണ്ണു തള്ളിപ്പോയി അവൻ്റെ. ഒരിക്കൽ നീ എൻ്റെ പെണ്ണിനോട് മുട്ടാൻ വന്നപ്പോൾ അന്ന് നിനക്ക് വാണിംഗ് തന്നതാ ഞാൻ. മേലാൽ എൻ്റെ പെണ്ണിൻ്റെ പുറകെ പോയേക്കരുതെന്ന്. ഓർമ്മയുണ്ടല്ലോ? പക്ഷേ വീണ്ടും അവളുടെ മേലെയാണ് നിന്റെ കണ്ണെങ്കിൽ കുടുംബത്തിലുള്ളതാണ്, ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. തീർത്ത് കളയും വൈഭവ്, കേട്ടോടാ. അവനെ പിടിച്ചു വൈഭവ് അലറിയതും കാർത്തിക്കിൻ്റെ തല മേലോട്ടും താഴോട്ടും പേടിയോടെ ചലിച്ചു.
അവനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി താഴേക്കിട്ടു വൈഭവ്. അവന്റെ പിടിയിൽ കഴുത്ത് ഞെരുങ്ങിപ്പോയ കാർത്തി നിലത്തിരുന്ന് ചുമച്ചു. എന്നോട് തട്ടിക്കയറുമ്പോൾ 100 നാക്കാണല്ലോ നിനക്ക്. അതെല്ലാം അവന്റെ മുന്നിൽ നിന്നപ്പോൾ എവിടെ പോയി? അവനോട് 2 പറയാൻ മേലായിരുന്നോ നിനക്ക്? മുറിയിലേക്ക് പാഞ്ഞു കയറി വന്നതും ബെഡിലിരിക്കുന്നവളെ നോക്കി അലറി വൈഭവ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും നിങ്ങൾ കേട്ടില്ലേ? അല്ല, എനിക്ക് കൂടുതലൊന്നും പറയാൻ ഗ്യാപ്പ് തരും മുന്നേ വന്നില്ലേ ഇവിടുത്തെ ഹീറോ? ശിവയും വിട്ടുകൊടുക്കുന്നില്ലെന്ന പോലെ അവനോട് തിരികെ ചോദിച്ചു. ഇറങ്ങിയല്ലോ അവളുടെ 10 നാക്ക്. അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല. കുമ്പത്തെ പത്രാസ് കാണിച്ച് ആകാശത്ത് നോക്കിയല്ലേ നടക്കുന്നേ. പിന്നെ നീയൊക്കെ മൂക്കും കുത്തി വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കലിയോടെ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു അവൻ. ശിവയ്ക്ക് ചിരി വന്നു. കുട്ടികൾ വഴക്കുണ്ടാക്കി പോയി നിൽക്കുന്ന പോലെ തോന്നി അവൾക്ക്. അല്ല, കൊച്ചമ്മ കാപ്പിയെടുക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് എന്നാ കയറി വന്നേ? അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചപ്പോഴാണ് അവൾക്ക് താൻ എന്തിനാ ഇപ്പോൾ വന്നേ എന്ന് ഓർത്തെ. മുത്തശ്ശി അനിയേട്ടനെ തിരക്കുന്നുണ്ട്. അവൾ പറഞ്ഞതും വൈഭവിൻ്റെ തല ഒന്ന് താഴ്ന്നു. പക്ഷേ ഞാൻ വന്നത് അതുമാത്രം പറയാനല്ല. എനിക്ക് അനിയേട്ടനെ കാണണം. എന്നെ ഏട്ടനിരികെ കൊണ്ടുപോകുമോ? അവൾ ചോദിച്ചതും ഞെട്ടലോടെ വൈഭവ് അവളെ നോക്കി. അവൻ്റെ ചുണ്ടിൽ പ്രതീക്ഷയുടെ ഒരു ചെറുചിരി ഉണ്ടായപ്പോൾ